ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജിയെന്ന് അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ച രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനുച്ഛേദം 67A പ്രകാരമാണ് തന്റെ രാജിയെന്നും കത്തിൽ ജഗദീപ് ധൻകർ പറയുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവരോട് കൃതജ്ഞത അർപ്പിക്കുന്നുവെന്നും കത്തിൽ ജഗദീപ് ധൻകർ പറയുന്നു. മാർച്ചിൽ നെഞ്ചുവേദനയെ തുടർന്ന് ധൻകർ ഡൽഹി എയിംസിൽ ഏതാനും ദിവസം ചികിത്സയിലായിരുന്നു. അതേസമയം രാജിക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നാണ് സൂചന. രാജ്യത്തിന്റെ വളർച്ചയിൽ അഭിമാനത്തോടെയാണ് താൻ പദവി ഒഴിയുന്നതെന്നും പാർലമെന്റിലെ അംഗങ്ങളോട് തന്റെ സ്നേഹം അറിയിക്കുന്നുവെന്നും ജഗദീപ് ധൻകർ രാജിക്കത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാജ്യസഭ നിയന്ത്രിച്ചത് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ജഗദീപ് ധൻകർ ആയിരുന്നു. രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് സംസാരിക്കുമ്പോഴും ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. രാജി കഴിഞ്ഞ ദിവസം തന്നെ പ്രാബല്യത്തിൽ വന്നു. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് രാജ്യസഭയിലെത്താനുള്ള സാധ്യതയുമില്ല. 2022 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ ചുമതലയേറ്റത്. പദവിയിൽ 2 വർഷം ബാക്കി നിൽക്കെയാണ് അദ്ദേഹം രാജിവെക്കുന്നത്. 2019 മുതൽ 2022 വരെ ബംഗാൾ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തങ്ങളുമായി നിരന്തരം കൊമ്പുകോർത്തിരുന്ന ധൻകറിനെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പലപ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ കത്ത് നൽകുന്ന സാധാരണ നീക്കത്തിനും രാജ്യസഭ സാക്ഷിയായിരുന്നു. BJPക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്നും തങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. അവസാന നിമിഷങ്ങളിൽ സംഭവിച്ചത് എന്താണ്? ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻകർ രാജിവെക്കുമ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുണ്ടായ തർക്കമാണ് രാജിയിലേക്ക് നയിച്ചത് എന്നതാണ് ആദ്യ സൂചന. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് നോട്ടീസ് ലഭിച്ചത്. 63 അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോക്സഭയിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ 2 സഭാധ്യക്ഷരും ചേർന്നാണ് തുടർ നടപടി തീരുമാനിക്കേണ്ടത് എന്നുമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 4-ന് ശേഷം ധൻകർ സഭയിൽ പറഞ്ഞത്. 9 മണി കഴിഞ്ഞാണ് രാജി പ്രഖ്യാപനം പുറത്തുവന്നത്. ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടെ ഉള്ളതായിരുന്നു ലോക്സഭയിലെ പ്രമേയ നോട്ടീസ്. എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റേത് മാത്രമായുള്ള നോട്ടീസാണ് ലഭിച്ചത്. അത്തരമൊരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ താൽപര്യപ്പെട്ടില്ല. എന്നാൽ അത് വകവയ്ക്കാൻ അധ്യക്ഷൻ തയ്യാറായില്ല എന്നാണ് സൂചന. പ്രമേയ നോട്ടീസ് ഇരുസഭകളിലും ലഭിച്ചാൽ ബാധകമാക്കുന്ന ചട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച് രാജ്യസഭയിലെ നോട്ടീസിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യസഭയിലെ ഇന്നലത്തെ നടപടി ധൻകർ ഉപരാഷ്ട്രപതി പദത്തിനുമേൽ സ്വയം അടിച്ച അവസാന ആണി എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. ജുഡീഷ്യറിക്കെതിരെ തലങ്ങും വിലങ്ങുമുള്ള വിമർശനം, ഗുസ്തിക്കാരുടെയും കർഷകരുടെയും സമരങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം തുടങ്ങിയവയിലൂടെ ധൻകർ ഭരണ നേതൃത്വത്തിന്റെ അപ്രീതി നേടിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന അധ്യക്ഷനെയാണ് രാജ്യസഭയിൽ പലപ്പോഴും കണ്ടിരുന്നത്. പക്ഷപാതി എന്ന പ്രതിപക്ഷ വിമർശനം നേരിടേണ്ടിയും വന്നു. കഴിഞ്ഞ ഡിസംബറിൽ ധൻകറെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇന്ത്യ സഖ്യത്തിലെ 60 അംഗങ്ങൾ രാജ്യസഭയിൽ നോട്ടീസ് നൽകുന്ന സ്ഥിതി വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. രാജി രാഷ്ട്രപതി സ്വീകരിക്കുന്നതോടെയാണ് പ്രാബല്യത്തിൽ ആവേണ്ടത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളാലുള്ള രാജിക്ക് ഉടനടി പ്രാബല്യം എന്ന കത്തിന്റെ ആദ്യ വാചകത്തിൽ തന്നെ ധൻകർ വ്യക്തമാക്കിയത് ശ്രദ്ധേയമായി. ഉപരാഷ്ട്രപതി രാജിവെച്ചാലുള്ള ഒഴിവ് താൽക്കാലികമായി നികത്താൻ എന്ത് ചെയ്യണം എന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയുടെ ചുമതല ഉടനെ ആർക്കെങ്കിലും നൽകുക എന്ന വിഷയവും ഉയരുന്നില്ല. എന്നാൽ രാജ്യസഭാ അധ്യക്ഷൻ എന്ന പദവിയിൽ ഒഴിവിന്റെ കാര്യം അങ്ങനെയല്ല. ഒന്നുകിൽ ഉപാധ്യക്ഷന് അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും അംഗത്തിന് അധ്യക്ഷ ചുമതല നൽകുന്നതായി രാഷ്ട്രപതി വ്യക്തമാക്കണം. കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ച ആളാണ് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നം പറഞ്ഞ് രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറയാനാവില്ല. കഴിഞ്ഞ മാർച്ചിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാൽ ഏതാനും ദിവസം ആശുപത്രിയിലായിരുന്നു. 2 ആഴ്ച മുൻപ് കേരളത്തിൽ വന്നിരുന്നു. കേരളത്തിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായിരുന്നു. ധൻകർ ആയതുകൊണ്ട് രാജി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണോ എന്ന് സംശയമുണ്ട്. 1990 ഓഗസ്റ്റിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ദേവിലാലിനെ പുറത്താക്കാൻ പ്രധാനമന്ത്രി VP സിംഗ് തീരുമാനിച്ചപ്പോൾ അന്ന് സഹമന്ത്രിയായിരുന്ന ധൻകർ രാജിവെച്ചിരുന്നു. ജനതാദൾ അധ്യക്ഷനായിരുന്ന SR ബൊമ്മയ്ക്കാണ് രാജിക്കത്ത് നൽകിയത്. എന്നാൽ പിറ്റേന്ന് രാജി പിൻവലിച്ചു. ധൻകറുടെ രാജി BJPക്ക് തിരിച്ചടിയാണ് എന്നതിൽ 2 പക്ഷമില്ല. നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപരാഷ്ട്രപതിയായ ഭൈരോൺ സിംഗ് ഷെഖാവത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ കാലാവധി തികയാൻ കാത്തുനിൽക്കാതെ രാജിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.